നിന്റെ ദയാധികങ്ങളെ മാനിക്കുകയും ചെയ്യട്ടെ. നിന്റെ കൃത്യത്തിൽ അനുഗ്രഹങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആകാശത്തിലും ഭൂമിയിലും സ്തുതികളാകുന്നു. നമ്മുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മരണം വരുന്ന കൂടെ പോരും ജീവിത ചെയ്തികളും സത്യങ്ങൾ ചെയ്തമേ സരസരകൂടാതെ കൂടെ പോരും. ഇടപാടകളാൽ തെങ്ങി മറിഞ്ഞിടവും കടൽ പോലെ സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസിക്കാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ എണീക്കുമാറാകട്ടെ. വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനുഗ്രഹിക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ശുശ്രൂഷയുടെ ഭാഗമായിട്ടുള്ള ദേവാലയത്തിലുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഈ സമയത്ത് ഏറ്റവും അടുത്ത ബന്ധുക്കള് സ്വന്തക്കാര് അന്ത്യവിചാരം അർപ്പിക്കുന്നു. ബാക്കി എല്ലാവർക്കും സിമിത്തേരിയിൽ വെച്ച് അന്ത്യവിചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ വാഹനങ്ങളിലാണല്ലോ പോകുന്നത്. ഇതിനുള്ള വാഹനങ്ങളിൽ പരമാവധി ആളുകളെ കയറ്റിക്കൊണ്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞതുപോലെ പുറത്തെ കാലട്ട റോഡിൽ ചെന്നിട്ടായിരിക്കും നമ്മുടെ വിലാപ യാത്രയായിട്ട് മുന്നോട്ട് സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിപ്പതിനായി പരിപാ
കർത്താവേ, നിന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമുദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സോപ്പാ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കുമാറാകട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുൾ ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടും കൂടെ അവസാന ദിവസം നിന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കഴിഞ്ഞിട്ട് അവസാനം അന്ത്യോജന അർപ്പിക്കുക. മറ്റുള്ളവർക്ക് ഇപ്പോൾ അന്ത്യോജന അർപ്പിക്കാനുള്ള സമയമാണ്. 2 ലൈനായി വന്ന് സൈഡിലേക്ക് മാറിപ്പോയി. ഇവിടെ ഒന്ന് വഴി കൊടുക്കുക. ആദ്യം ഇതിനകത്തുള്ളവരൊന്ന് ഗൂഗിളിട്ട് പുറത്തേക്ക് ഇറങ്ങുക. ബാക്കിയുള്ളവർ 2 ലൈനായിട്ട് വരിക. പ്രാർത്ഥനയോടെ നമുക്ക് ഈശ്വരത്തിൽ പങ്കുചേരാം. എന്റെ കർത്താവ്, നിന്നെ ഞാൻ പ്രേക്ഷിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ല വരുത്തു വരം ഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പുത്രൻ റൂഹായേ, മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. പ്രവർത്തിക്കട്ടെ. ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവരല്ലോ നീ. എനിക്ക് പൊറുതി കൊടുത്താവളെ വിശുദ്ധീകരിച്ചാവേ. ശരിയായി മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. ബാലഹമ്മയുടെ സ്വർഗത്തിനെ സൃഷ്ടിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ർപ്പിക്കുന്നവനുമാർക്കും വിദ്യാശ്വാസം കൊടുക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനുഭാഗ്യം.
കറയറ്റവരായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമോട് കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. വലിയ നിനക്കായി ആദി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നിന്റെ ദാസനെ വിളിക്കുകയും നിന്നെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവ് ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദാരം പ്രതീക്ഷ മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായി ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മതീശ്വരത്തെ അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ഇടുന്നതായിരിക്കും, തല ഇങ്ങോട്ടായിരിക്കും എല്ലാത്തിൻ്റെ. മരിച്ചടക്കണം. പൊളിച്ചോ പെട്ടെന്ന് വന്നിട്ടുണ്ടോ? ഓക്കെ വരാൻ പറ.